ഇന്ന് ഉടമ്പടി ഞായർ. ഈ ഉടമ്പടി ഞായറിൽ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാനും ഒരു പടി കൂടെ മുന്നോട്ടിറങ്ങി സമർപ്പിക്കപ്പെടാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ വചന പഠനം അതിനൊരു സഹായകമായി തീരട്ടെ. ഇന്നത്തെ പ്രമേയം ഗോഡ്സ് കോൾ ഫോർ കമ്മിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ദൈവത്തിന്റെ വിളി ഉത്തരവാദിത്വമുള്ള, പ്രതിബദ്ധതയുള്ള പങ്കാളിത്തത്തിലേക്ക്. മനുഷ്യർ വ്യത്യസ്തരാണ്. ഒരുപോലെ ഒരാളെ കാണാൻ സാധിക്കത്തില്ല. ആശയങ്ങൾ കൊണ്ടും ശൈലി കൊണ്ടും ചിന്താശേഷി കൊണ്ടും പ്രവർത്തന രീതികൾ കൊണ്ടും മനുഷ്യൻ ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഒരു വീട്ടിലെ അംഗങ്ങൾ പോലും എത്ര വ്യത്യസ്തമായിട്ടാ ചിന്തിക്കുന്നേ, പെരുമാറുന്നേ. ഒരേ രീതിയിലുള്ള ആഹാരമല്ല അവർ ഇഷ്ടപ്പെടുന്നേ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോ ശൈലികളാണ്. എന്നാൽ വ്യത്യസ്തതകൾക്ക് നടുവിലും നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. അത് ഒരുമിച്ച് നിന്ന് ചെയ്യുവാൻ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ വിളി പൂർത്തിയാക്കപ്പെടുന്നത്. ദൈവത്തിന്റെ വിളി ഉത്തരവാദിത്വമുള്ള, പ്രതിബദ്ധതയുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്നതാണ്. ഇന്നത്തെ വചനധ്യാനം നമ്മെ അതിന് രൂപാന്തരപ്പെടുത്തട്ടെ. 16-ാം നൂറ്റാണ്ടിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെച്ചമായൊരു നൂറ്റാണ്ടായിരുന്നു. കാരണം സഭ നവീകരിക്കപ്പെട്ട കാലം. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. സഭയിൽ നവീകരണം ഉണ്ടായ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ദുരുപദേശങ്ങൾ പെരുകി, ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമേറി, പാപമോചന ചീട്ട് പോലെയുള്ള ആ ചീട്ടുകൾ കൊണ്ട് ശരിക്കും മനുഷ്യൻ അന്ധതയിലേക്ക് വഴുതി വീണപ്പോൾ മാർട്ടിൻ ലൂതർ അതിന് നേതൃത്വം നൽകി. പക്ഷെ ഈ മാർട്ടിൻ ലൂതറെ എതിർത്ത ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ചും ചരിത്രത്തിൽ മാർട്ടിൻ ലൂതർ ഒരു ഭാഗത്ത് വളരെ ശക്തമായി തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ, ഇറാമസ് എന്നു പേരുള്ള മറ്റൊരു മനുഷ്യൻ മാർട്ടിൻ ലൂതറിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളെയും ഖണ്ഡിച്ച് സംസാരിച്ചു. ഉദാഹരണം, മാർട്ടിൻ ലൂതർ പറഞ്ഞു വിശ്വാസത്തിനാണ് പ്രാധാന്യം, അല്ലാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രാധാന്യവുമില്ല എന്ന് മാർട്ടിൻ ലൂതർ ഒരു ഭാഗത്ത് ശക്തിയായി തെളിവുകൾ നിരത്തുമ്പോൾ, ഇറാമസ് തന്റെ എഴുത്തുകളിലൂടെ, തന്റെ പ്രഭാഷണങ്ങളിലൂടെ പറയാൻ തുടങ്ങി ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, വിശ്വാസത്തിനോടൊപ്പം ആചാരവും അനുഷ്ഠാനവും വേണം. മാർട്ടിൻ ലൂതറിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ബൈബിളിനാണ് പ്രാധാന്യം, അല്ലാതെ ട്രഡീഷൻ, പാരമ്പര്യത്തിനൊന്നും പ്രാധാന്യമില്ല. ഇറാമസ് പറഞ്ഞു ബൈബിളിനോടൊപ്പം, അല്ലെങ്കിൽ ബൈബിളിനെക്കാളും പാരമ്പര്യത്തിന് പ്രാധാന്യമുണ്ട്. പാരമ്പര്യം വഴിയാണ് ബൈബിൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് പാരമ്പര്യത്തിനാണെന്ന് ഇറാമസ് പറഞ്ഞു. മാത്രമല്ല, മനുഷ്യന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നും മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഡോക്ട്രിൻസുകൾ വെച്ച് മാർട്ടിൻ ലൂതറും ഈ പറയുന്ന ഇറാമസും തമ്മിൽ ശക്തമായ വാഗ്വാദങ്ങളുണ്ടായി, എഴുത്തുകളുണ്ടായി, അവർക്ക് ധാരാളം അനുയായികളുണ്ടായി. പക്ഷേ ആശയങ്ങൾ കൊണ്ട് ഇവർ രണ്ടും വ്യത്യസ്തരാണ്. സംഭാഷണ രീതിയിൽ ഇവർ രണ്ടും വ്യത്യസ്തരാണ്. അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ ഇവർ രണ്ടും വ്യത്യസ്തരാണ്. നാം അറിയണം, ജീവിതകാലം മുഴുവനും സൗഹൃദത്തിൽ അവർ ഒന്നായിരുന്നു. വ്യത്യസ്തങ്ങളായ ഐഡിയോളജികൾ ഉണ്ടെങ്കിലും, വിശ്വാസ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും, മാർട്ടിൻ ലൂതറും ഇറാമസും ജീവിതം കൊണ്ട് ഒന്നായിരുന്നു. അതിന് ചരിത്രം പറയുന്ന തെളിവാണ് മാർട്ടിൻ ലൂതറിന് ഇറാമസ് എഴുതിയ എഴുത്തുകൾ. അവർ തമ്മിലുള്ള റിലേഷൻ സ്ഥാപിക്കുവാൻ ഇന്നും ചരിത്രത്തിൽ നിൽക്കുന്ന തെളിവുകളാണത്. വ്യത്യസ്തങ്ങളായ രീതിയിൽ അവർ അവരുടെ ആശയങ്ങൾ ശക്തിയായി പറയുമ്പോഴും അവർ ഒന്നായിരുന്നു. മാത്രമല്ല, ഇറാമസ് മാർട്ടിൻ ലൂതറിനെ സ്തുതിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതറിന്റെ മരണശേഷം ഒരു സ്തുതിഗീതം എഴുതിയെന്നാണ് ചരിത്രം പറയുന്നത്. സമ്മാനങ്ങൾ കൈമാറിയിരുന്നതായിട്ട് രേഖകളുണ്ട്, തെളിവുകളുണ്ട്. പ്രശംസിച്ചുകൊണ്ട് അവർ പ്രഭാഷണങ്ങൾ നടത്തിയതായിട്ട് തെളിവുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഇറാമസും ഈ പറയുന്ന മാർട്ടിൻ ലൂതറും എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. മനുഷ്യർ വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ മനുഷ്യർക്ക് വ്യത്യസ്ത ആശയങ്ങളുണ്ട്, വ്യത്യസ്ത ശൈലിയുണ്ട്. പലരും പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. ഒരാൾ നിശബ്ദമായി പ്രതികരിക്കുമെങ്കിൽ ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും പ്രതികരിക്കുന്നത്. ഒരാൾ സഭ്യഭാഷയോടുകൂടെ പ്രതികരിക്കുമെങ്കിൽ ഒരാൾ അസഭ്യത്തോടുകൂടെ ആയിരിക്കും പ്രതികരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഞാനും നിങ്ങളും പ്രാർത്ഥനയോടെ തിരിച്ചറിയണം, വ്യത്യസ്ത ഐഡിയോളജികൾ, ശൈലികൾ എന്നെയും നിന്നെയും ഭരിക്കുമ്പോൾ നാം ഒന്നായി നിൽക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ വിളി നമ്മെ നയിക്കുന്നത് ഉത്തരവാദിത്തമുള്ള, പ്രതിബദ്ധതയുള്ള ഒരു പങ്കാളിത്തത്തിലേക്കാണ്. ഞാൻ ഇങ്ങനെ പറയും കേട്ടോ, ജീവിതത്തിൽ സംഘർഷങ്ങളും പോരാട്ടങ്ങളും അനിവാര്യമാണ്. ഏറ്റവും മഹത്തരമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് സംഘർഷങ്ങളും പോരാട്ടങ്ങളും. അതുകൊണ്ട് സംഘർഷങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞാനും നീയും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ അതിനെ ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പുത്തൻ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ ശക്തിയായിട്ട് മാറും. സംഘട്ടനങ്ങളെയും പോരാട്ടങ്ങളെയും ആരോഗ്യപരമായി നിയന്ത്രിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ വിളി യഥാർത്ഥ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ ചേരുന്നത്. അതിന് നമ്മെ സഹായിക്കുന്ന രണ്ട് ചിന്തകൾ പ്രാർത്ഥനാപൂർവം സഭയ്ക്ക് നൽകി ഈ ഉടമ്പടി ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നാമത്തെ ധ്യാനചിന്ത ഇതാണ്: വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, വ്യത്യസ്തതകളെ അംഗീകരിക്കുക. അക്സെപ്റ്റ് ഡൈവേഴ്സിറ്റി. ബറാക് ഒബാമ, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് ബറാക് ഒബാമ. അദ്ദേഹത്തിന്റെ ശക്തിയേറിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: വൈവിധ്യങ്ങൾ സാമൂഹിക ശ്രേണിയുടെ ഒരു ഘടനയാണ്. അത് അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത്. വൈവിധ്യങ്ങൾ സാമൂഹിക ശ്രേണിയുടെ ഒരു ഘടനയാണ്. അതിനെ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത്. ഇന്നത്തെ സുവിശേഷ വേദഭാഗം നമ്മെ ശക്തിയായി പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 35 മുതൽ 45 വരെ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു മനോഹരമായ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് ചെന്നെത്താം. വിശുദ്ധ മർക്കോസ് 10:35 മുതൽ 45 വരെ. യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യരും ഓരോ സ്വഭാവമാണ്. ഈ 12 പേരും വ്യത്യസ്ത സ്വഭാവക്കാരാ. അതിൽ 2 പേരെ കുറിച്ച് അവിടെ പറയുന്നത്: സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും. ഒരു ദിവസം യേശുവിന്റെ അടുക്കൽ ഈ 2 പേരും എത്തിപ്പെട്ടു. ഈ 2 പേരും കൂടെ യേശുവിന്റെ സന്നിധിയിൽ അവരുടെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. കർത്താവേ, നിനക്കൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നീ ആരെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. നിനക്ക് ആ ഉയർച്ചയുണ്ടാകുന്ന സമയത്ത് ഞങ്ങളിൽ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണം. അധികാരം. എത്ര തന്നെ ആത്മീയത പ്രസംഗിച്ചാലും ഇന്നും ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമായി നിൽക്കുന്നത് അധികാര കൊതി തന്നെയാണ്. ആത്മീയ കച്ചവടത്തിന് പിന്നിലും ഈ പറയുന്ന അധികാര കൊതിയെന്ന് നാം പറയാതെ തന്നെ നിശബ്ദമായി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 12 പേർ ഒരുമിച്ച് നിൽക്കേണ്ടവർ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ 10 പേരെ മാറ്റി നിർത്തിയിട്ട്, എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്, 10 പേരെ മാറ്റി നിർത്തിയിട്ട് 2 പേര് പോയി പറയുകയാണ്, ഞങ്ങൾക്ക് വേണം ഈ അധികാരം. ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും, ഞങ്ങൾക്ക് പ്രധാനികളാകണം. ഈ വിവരം മറ്റു 10 പേരും അറിഞ്ഞു. ഈ രഹസ്യം പരസ്യമാകുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഏത് വലിയ രഹസ്യമാണെങ്കിലും അത് മൂടി വെക്കാൻ കഴിയത്തില്ല കേട്ടോ, അത് പരസ്യമാവുക തന്നെ ചെയ്യും. എന്തായാലും ഈ 10 പേരും ഈ കാര്യം അറിഞ്ഞു. ഈ കാര്യം ഈ 10 പേരും അറിയുമ്പോൾ വചനഭാഗം അതിന് പറയുന്ന ഒരു ഉത്തരം: അവർ നീരസപ്പെട്ടു എന്നാണ്. 42-ാം വാക്യം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു. ആ നീരസപ്പെട്ടു എന്ന് പറയുന്ന ആ പദത്തിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ
ഈ 2 പേരോടും ഈ 10 പേർക്ക് അതൃപ്തി തോന്നി. നമുക്കുണ്ട് കേട്ടോ അങ്ങനെ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തൃപ്തിയില്ല. അവരെ നമ്മൾ മാറ്റി നിർത്തും, അവരോട് സംസാരിക്കത്തില്ല. അവർ നമുക്ക് ആരുമല്ല. അവരെന്തൊക്കെയോ ചെയ്തതിന്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. അങ്ങനെ അവരെ മാറ്റി നിർത്തി. അല്ലെങ്കിൽ രോക്ഷം പൂണ്ടു, മനസ്സ് മൊത്തവും ദേഷ്യം വന്നു. കാരണം നമ്മൾ 12 ഒരുമിച്ച് നിന്നതാ. ഇപ്പോൾ ഈ 2 പേര് പോയി ഒരു സ്പെഷ്യൽ ഗ്രേഡ് വാങ്ങാൻ നോക്കുമ്പോൾ രോക്ഷം വന്നു, ദേഷ്യം വന്നു, മാറ്റി നിർത്തി, ഒറ്റപ്പെടുത്തി. ഈ 2 പേരെയും ഒറ്റപ്പെടുത്തുന്ന 10 ശിഷ്യന്മാരെ കാണാം. ഇവിടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ യേശു അവരെ അടുക്കൽ വിളിച്ചു. സമൂഹം ഇങ്ങനെ മനുഷ്യനെ മാറ്റി നിർത്തുമ്പോഴും അടുക്കൽ വിളിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിനെ മാതൃകയാക്കാനാണ് ഈ 2025 എന്ന് ഞാൻ പ്രാർത്ഥനയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹം മനുഷ്യനെ മാറ്റി നിർത്തും, പക്ഷേ അടുക്കലേക്ക് വിളിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. തുടർന്ന് വായിക്കുമ്പോൾ അവരുടെ തെറ്റിദ്ധാരണകൾ മാറുന്ന രീതിയിൽ ദൈവം അവരോട് പ്രസംഗിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്തകളിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. വൈവിധ്യങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ്. ആ വൈവിധ്യങ്ങളുടെ നടുവിൽ വൈവിധ്യങ്ങളെ മാറ്റി നിർത്താൻ, അതൃപ്തി രേഖപ്പെടുത്താൻ, ദേഷ്യപ്പെടാൻ, ദോഷം പറയാൻ അല്ലെങ്കിൽ നീരസപ്പെടാൻ എളുപ്പമാണ്. പക്ഷെ യേശുവിനെ പോലെ അവരടുക്കൽ വിളിച്ചിട്ട് എന്താണ് ദൈവരാജ്യത്തിന്റെ മർമ്മമെന്ന് പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ വിളി എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുന്നത്. അവര് ശരിക്കും ഭയങ്കരമായി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന മക്കളായിട്ട് മാറി. യോഹന്നാനായാലും യാക്കോബായാലും എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിന്റെ ഒരു നിർണായ ഘട്ടം ഇതായിരുന്നു. അധികാര കൊതിയോടുകൂടെ യേശുവിനെ അവർ സമീപിക്കുമ്പോൾ തൻ്റെ ഒപ്പമുള്ള 10 പേര് തങ്ങളെ മാറ്റി നിർത്തുമ്പോൾ അടുക്ക വിളിക്കാൻ യേശുവിന് മനസ്സുണ്ടായതും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതല്ല ശുശ്രൂഷയെന്ന് പഠിപ്പിച്ചതും അവരുടെ കണ്ണുകളെ തുറന്ന്. പ്രിയപ്പെട്ടവരെ, ബറാക് ഒബാമ പറഞ്ഞ എത്ര സത്യമാണ്. വൈവിധ്യങ്ങൾ സമൂഹത്തിന്റെ ഘടനയാണ്. പക്ഷേ അതിനെ നമ്മൾ അംഗീകരിക്കണം. ഓരോ മനുഷ്യനും ഓരോ രീതിയാണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, സംഭാഷണ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവന്റെ സ്വഭാവം ഇതാണ്, അവന്റെ രീതി ഇതാണ്, അവന്റെ ശൈലി ഇതാണ്, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ വിളി യാഥാർത്ഥ്യമായി തീരുന്നത്. നമ്മൾ പറയത്തില്ലേ, എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന്? അത് സത്യമാണോ? എത്ര വിട്ടിത്വമാണ് നമ്മൾ പറയുന്നത്. എനിക്ക് അവനുമായിട്ടൊരു ബന്ധവുമില്ല. എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും അവൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ച ചില പ്രവൃത്തികൾ കണ്ടിട്ടായിരിക്കാം വേദനയോടുകൂടെ പറയുന്നത് എനിക്ക് അവനുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ ശ്വാസം അത് അവൻ്റേതുമല്ല എൻ്റേതുമല്ല. എൻ്റെ മൂക്കിൽ കയറുന്ന അതേ ശ്വാസം അവൻ്റെ മൂക്കിലും കയറുന്നുണ്ട്. അതേ ശ്വാസം എൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ അനുഭവം അവൻ ശ്വസിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി പറ, ആർക്കെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്താൻ കഴിയോ? പ്രപഞ്ചം പോലും മനുഷ്യൻ ഒന്നായി തീരണമെന്ന് ഇങ്ങനെ വിവിധ മുഖാന്തരങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ ആശയങ്ങൾ വ്യത്യസ്തമാണ്, പ്രവർത്തന രീതികൾ വ്യത്യസ്തമാണ്, ചിന്താഗതികൾ വ്യത്യസ്തമാണ്, സംസാര ശൈലികൾ വ്യത്യസ്തമാണ്. നാം മനസ്സിലാക്കണം, നാം ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതിന് ദൈവം ഈ ഒന്നാമത്തെ ചിന്തകളിലൂടെ നമ്മെ സഹായിക്കട്ടെ. വൈവിധ്യങ്ങളെ അംഗീകരിക്കുക. ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളതിലല്ല വൈവിധ്യങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നത്. പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം മനസ്സിലാക്കുക, ഈ പരസ്പരം വിലയുള്ളവരായി കാണുക. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ വൈവിധ്യങ്ങളെ തിരിച്ചറിയുന്നത്. നമ്മൾ രസകരമായി ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദായോ? MD വാസുദേവൻ സാറ്, അദ്ദേഹത്തിന്റെ നിര്യാണം നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതിയിലൂടെ പറഞ്ഞാൽ യേശുവിന്റെ പുനരുദ്ധാന ശേഷം സ്വർഗത്തിൽ വെച്ച് യൂദയെ കണ്ടാൽ
യേശു ഓടിപ്പോയി ചുംബിക്കുമെന്ന്. കാരണം പദ്ധതികളെ നിവൃത്തിയാക്കാൻ സഹായിച്ചവനായിരുന്നു യൂദ. ചന്തകൾ മാറ്റിവെക്കാം, പല ഐഡിയോളജികളുടെ പേരിൽ, പല ചിന്താഗതികളുടെ പേരിൽ ഇന്നും ദീർഘകാലങ്ങളായി പിണങ്ങിയിരിക്കുന്ന വ്യക്തികൾ സഭകളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, കുടുംബത്തിൻ്റെ അകത്തുണ്ട്, സമൂഹത്തുണ്ട്. വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയുമ്പോൾ ഒറ്റ ശക്തിയായി എനിക്ക് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. അപ്പോഴാണ് ദൈവത്തിന്റെ വിളി യാഥാർത്ഥ്യമാകുന്നത്. ഈ ഉടമ്പടി ശുശ്രൂഷയിൽ ഇത് ഒന്നാമത്തെ ധ്യാനചിന്തയായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 2, വൈരുദ്ധ്യങ്ങളെ പ്രശംസിക്കുക. അക്സെപ്റ്റ് ഡൈവേഴ്സിറ്റി. പ്രശംസിക്കുക. വ്യത്യസ്തതകളാണ്, ഈ ചിന്തകൾക്ക് വിരുദ്ധമാണ്, അതിൻ്റെ നടുവിലും അതിനെ പ്രശംസിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ദലൈ ലാമ എന്ന് പറയുന്ന ആത്മീയ ആചാര്യൻ, അദ്ദേഹം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: മധ്യപാത എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയല്ല. എനിക്കൊരാശയമുണ്ട്, എൻ്റെ സഹോദരന് മറ്റൊരാശയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ 2 ആശയങ്ങളും ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്തി. അതൊരു വിട്ടുവീഴ്ചയൊന്നുമല്ല. ദലൈ ലാമയുടെ അഭിപ്രായത്തിൽ അത് ഒരുമിച്ച് നടക്കലാണ്. ആവർത്തന പുസ്തകം വളരെ ശക്തിയായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന്റെ 19-ാം വാക്യം, ആവർത്തന പുസ്തകം 10-ാം അധ്യായം, അതിന്റെ 19-ാം വാക്യം അതിങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ മാത്രമല്ല, നിങ്ങൾ ഉപദ്രവിച്ചവനെയും നിങ്ങളെ തകർത്തവനെയും നിങ്ങളെ നശിപ്പിച്ചവനെയും നിങ്ങളെ മാറ്റി നിർത്തിയവനെ എല്ലാം നിങ്ങൾ സ്നേഹിപ്പിൻ. കാരണം നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നല്ലോ. നമുക്ക് ആർക്കും ആരെയും കുറ്റം വിധിക്കാൻ കഴിയത്തില്ലെന്നേ. കാരണം നമ്മുടെ ജീവിതത്തിലും നാം അങ്ങനെയായിരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ചിന്തകൾ നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കണം. അതിന്റെ 22-ാം വാക്യം കുറച്ചുകൂടെ ശക്തിയാണ്: നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ഒരു ദോഷവും നിനക്ക് ദൈവം വരുത്തിയിട്ടില്ലല്ലോ. പിന്നെ എന്നാത്തിനാ നീ മിസ്രയീം ജനതയോട് നിന്റെ ഈർഷയും കയ്പും വെച്ച് പുലർത്തുന്നേ? 70 പേരെയും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി, അവർ നിങ്ങളെ കഷ്ടപ്പെടുത്തി, ഉപദ്രവിച്ചു. പക്ഷെ അതെല്ലാം നല്ലതിനല്ലേ? കാരണം ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ സഹായകമായ അനുഭവങ്ങളല്ലേ അതല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തുടർന്ന് പറയുകയാണ്: ദൈവം നിന്നെ എത്ര സമൃദ്ധിയായി യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുക. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, വ്യത്യസ്ത അനുഭവങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾക്ക് സുവിശേഷ വേദഭാഗത്തിൽ യേശുക്രിസ്തുവിന്റെ മുൻപിൽ പോയി അധികാര കൊതി കാണിക്കുന്ന യാക്കോബും യോഹന്നാനും നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അവർ ആ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ആ ദൈവരാജ്യത്തിന്റെ വലിയൊരു മർമ്മം അവർക്ക് വെളിപ്പെട്ടത്. ശിഷ്യന്മാര് 10 പേരും ചോദിച്ചിട്ടില്ല ഈ ചോദ്യം. ഇത്രയും മനോഹരമായ ദൈവരാജ്യത്തിന്റെ സന്ദേശം, ആരാണ് യഥാർത്ഥ ശുശ്രൂഷകൻ എന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം ഇന്നും ലോകത്തിനുണ്ടായത് അധികാര കൊതിമൂത്ത 2 പേര് കാരണമാണ്. ചോദിക്കാനുള്ള ഒരു അനുഭവം അവർക്കുണ്ടായല്ലോ. അതുകൊണ്ട് പ്രശംസിക്കുക അവരെ. നിന്റെ ചോദ്യം ഇന്ന് യഥാർത്ഥ ഒരു ശുശ്രൂഷകൻ എന്തായിരിക്കണമെന്ന് യേശു പഠിപ്പിക്കാൻ കാരണമായി. പ്രശംസിക്കുക, വൈരുദ്ധ്യങ്ങളെ പ്രശംസിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചന ധ്യാനത്തിന് വിരാമം കുറിക്കട്ടെ. ദൈവം വിളിച്ചു വേർതിരിച്ചൊരു സമൂഹമാണ് നമ്മൾ. ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കണം, മത്സരിക്കാനും തല്ലുണ്ടാക്കാനും ഭിന്നിച്ചിരിക്കാനും പിണങ്ങാനൊന്നും അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇറാമസ് എന്ന് പറയുന്ന പണ്ഡിതനും മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവഭക്തനൊക്കെ വ്യത്യസ്ത ആശയങ്ങളുള്ളവരായിരുന്നു. അവർ എഴുത്തുകൾ കൊണ്ട് പോരാടി, വാക്കുകൾ കൊണ്ട് പോരാടി, ആശയങ്ങൾ കൊണ്ട് പോരാടി. പക്ഷേ അവർ പിണങ്ങിയില്ല. കത്തിടപാടുകളിലൂടെയും സമ്മാനങ്ങൾ കൈമാറിയും പ്രശംസിച്ചും അവർ ഒന്നായി ജീവിച്ചു.
ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയോടെ ചോദിക്കട്ടെ, നമുക്കങ്ങനെ വളരാൻ ഇന്ന് ഒരു തീരുമാനം സ്വീകരിക്കാമോ? അപ്പോഴാണ് ശക്തിയുള്ള ഒരു സമൂഹം അവിടെ ഉടലെടുക്കുന്നത്. ഇല്ല എങ്കിൽ പരിതാപകരമാണ്. തമ്മിലടിക്കും. ഈ തമ്മിലടി നമ്മെ നശിപ്പിക്കൂ എന്നുള്ളതല്ലാതെ നമ്മെ നന്നാക്കത്തില്ല. നമുക്കെല്ലാം അറിയാം കേട്ടോ. എല്ലാം അറിഞ്ഞതാണോ നമ്മുടെ കുഴപ്പമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഈ ഉടമ്പടി ഞായർ അതിനുള്ള ഒരു ദിവസമായിട്ട് തീരട്ടെ. മനുഷ്യൻ വ്യത്യസ്തനാണെന്നും ആ വ്യത്യസ്തതകളുടെ നടുവിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണമെന്നും ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഞായറായി തീരട്ടെ. ഞാനും എൻ്റെ മക്കളുമായിട്ട് ചേർന്ന് ഒരു കുഞ്ഞു വിനോദയാത്ര രസകരമാക്കാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾ ചെലവഴിച്ചു. അന്ന് പെട്ടെന്ന് തോന്നിയ ഒരു വികൃതി, പിള്ളേരെ കൊണ്ട് ഞാനൊരു മത്സരം നടത്തി. അതൊരു റീൽസ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. 3 പേർക്ക് ചിത്രരചനയ്ക്ക് അവസരം കൊടുത്തു. 3 പേരും വരച്ചു. ആർക്ക് ഫസ്റ്റ് കൊടുക്കും? എന്റെ മൂത്ത മോളുടെ ചിത്രം കൊള്ളാം. ഞങ്ങൾ പറഞ്ഞു മൂത്തവൾക്ക് കൊടുക്കാം. ഇളയവളുടെ മുഖം വല്ലാണ്ടങ്ങ് മാറി, വല്ലാണ്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അവസാനം ചെയ്തത് എന്താണെന്നറിയാമോ? 3 പേരെയും വിളിച്ചു. 3 പേർക്ക് ഒരുപോലത്തെ സമ്മാനം. ആ കുഞ്ഞിന്റെ സന്തോഷം കാണണം കേട്ടോ. വ്യത്യസ്ത പ്രായക്കാരാവാർ, വ്യത്യസ്ത രീതികളവർക്ക്, വ്യത്യസ്ത ചിന്താഗതികളാണ് അവർക്ക്. 3 പേരും ഒരുപോലെ ചിത്രം വരയുന്നവരൊന്നുമല്ല. പക്ഷെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോഴുണ്ടല്ലോ, എൻ്റെ ഇളയ കുഞ്ഞിന്റെ സന്തോഷം അതെന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇതുപോലെ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാ കഴിവുകളും എല്ലാവർക്കും ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ദൈവരാജ്യ അനുഭവത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ മതിയാകും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ 23-ാം സങ്കീർത്തനം. ഏത് അവസ്ഥകളിൽ നമ്മൾ പറയുന്ന സങ്കീർത്തനം? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമുക്ക് വളരെ ശക്തി തരുന്നുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ അവൻ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇത്രയും എന്റേത് 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 എന്റേതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാന വാക്യം നോക്ക്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് എല്ലാ നന്മകളും ദൈവം തരും, പക്ഷേ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഈ പള്ളി എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ, ഞാൻ പ്രവർത്തിക്കത്തില്ല, കളഞ്ഞിട്ട് പോയവരുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ ചേർന്ന് നിൽക്കും, ഞാൻ വസിക്കും. 4 പേരുണ്ടെങ്കിൽ 4 പേര് ഒരുമിച്ച് ജീവിക്കും. അപ്പോഴാണ് ആ സങ്കീർത്തനം പൂർത്തി. അല്ലാതെ മുട്ടുണ്ടാകത്തില്ല, കുറവുണ്ടാകത്തില്ല, എല്ലാം നന്മയായിരിക്കും, ശത്രുക്കൾക്ക് മുമ്പ് മേശ വിരിക്കും, എല്ലാം ഓക്കെ, പക്ഷെ ഞാൻ വസിക്കും. ആ പ്രതിജ്ഞ ഇന്നെടുക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും ദൈവകൃപയും ആശംസിക്കുന്നു. കർത്താവ് കൂടെയുണ്ട്. അവന്റെ വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം. വ്യത്യസ്താശയങ്ങളെയും വ്യത്യസ്ത ശൈലികളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രശംസിക്കാം. തുടർന്ന് അവർക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. ആമേൻ, ആമേൻ.